നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അളിയന്റെ കൈ എങ്ങനെ ഇതിൽ അകപ്പെട്ടത്? എനിക്കറിയില്ല. നിനക്കറിയാം. എന്നോട് തർക്കിക്കാൻ ശ്രമിക്കരുത്. അച്ഛാ, സംഭവിച്ചത് എന്താണെന്ന് കേൾക്കണോ? ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള പ്ലാനിങ്. ഒരാള് നന്ദിനിയോട് മിക്സിയിൽ ചമ്മന്തി അരയ്ക്കാൻ പറയുന്നു. ആ സമയത്ത് കൃത്യം മറ്റൊരാൾ കറണ്ട് ഓഫ് ചെയ്യുന്നു. സ്വാഭാവികമായും നന്ദിനി മിക്സിയിൽ കൈയിടുന്ന സമയത്ത് കറണ്ട് ഓൺ ചെയ്യാനായിരുന്നു രണ്ടുപേരുടെയും പദ്ധതി. പക്ഷേ ഭക്ഷണക്കൊതിയനായ അളിയൻ അതിൽ പോയി കൈയിടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അളിയന്റെ കൈക്ക് അപകടം പറ്റി. ഇതാണ് നടന്നത്. സത്യമാണെന്ന് ചോദിച്ചു നോക്ക്. പിന്നെ ഇത് കമ്പനിയിലെ ചെക്കുകളിൽ നന്ദിനി ഒപ്പിടാൻ പാടില്ല എന്ന് ഇവര് തീരുമാനിച്ചു. അതിന്റെ പേരിൽ നന്ദിനിയുടെ വലതുകൈ ഓടിക്കാൻ ഇവരുണ്ടാക്കിയ പ്ലാനിങ്. പിന്നെ ഉന്നം പിടിച്ച് കല്ല് തൊടുത്തു വിട്ടത് ഈ നിൽക്കുന്ന എന്റെ ചേച്ചി. പക്ഷേ അത് ചെന്നുകൊണ്ടത് അളിയന്റെ കണ്ണിൽ. അതാണ് അളിയന്റെ കണ്ണിൽ പരുക്കുണ്ടാവാനുള്ള കാരണം. മനസ്സിലായല്ലോ എല്ലാവർക്കും? പിന്നെ ഇത് പൂജാമുറിയിൽ മാത്രം ഉപയോഗിക്കുന്ന ഈ പാത്രം ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കിയത് എന്റെ പ്രിയപ്പെട്ട ചേച്ചി. ആ പാത്രം അടുപ്പത്തിരിക്കുന്നത് കണ്ടാൽ നന്ദിനി അത് എടുക്കുമെന്ന് ചേച്ചിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അത് തന്നെ സംഭവിച്ചു. വലിയൊരു പ്രശ്നം ഇരിക്കണമെന്നല്ലേ പറഞ്ഞത്? അപ്പം മുതലിത് തന്നെ സാറേ സാറേ ഇറങ്ങ് സാറേ. എന്നെ സാറായിരുന്നു വിളിക്കുന്നേ? ഒന്ന് ഇറങ്ങ് സാറേ. അത് ശരി സാറേ, അവിടെ എല്ലാരും അന്വേഷിക്കണ്. എങ്ങോട്ട് പോവാൻ? അവിടെ വാ സാറേ. സാറിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. സാറേ, ഞാൻ ഇവിടുത്തെ രാജു. രാജു? ആ, അത് തന്നെ. രാജു രാധയും ബാലരമയിലല്ലേ? പയ്യാണ് സാറേ. നീ അത് രാജു? അളിയാ, ഈ ഇരിക്കുന്ന മിക്സി ജാറ് അളിയന് പരിചയമുണ്ടോ? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇതിനകത്ത് പെട്ടാണ് എന്റെ കൈ ഇങ്ങനെ ആയത്. അളിയന്റെ കണ്ണിന് തെറ്റാടി അടിച്ചതാരാ? അത് ദേ നിൽക്കുന്നു എന്റെ ഭാര്യ താടക ഇന്ദ്രചാവള. അപ്പോ ഇതോ? അയ്യോ, ഇത് ഇന്ദ്രജ നന്ദിനിക്ക് പണി കൊടുത്തതല്ലേ? കേട്ടല്ലോ എല്ലാവരും. നന്ദിനിയുടെ വലത് കൈ ഉയരാതിരിക്കാൻ വേണ്ടി ഒരു വീട്ടിനകത്തുള്ള കൊടും ക്രിമിനലുകൾ
എല്ലാവരും കൂടെ ഒന്നിച്ച് ആലോചിച്ച് ചെയ്ത കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്.